Okay, so hello. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾ ഫൂരിയർ ട്രാൻസ്ഫോമിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. സോ നമ്മൾ എന്താണ് ഇൻ്റഗ്രൽ ട്രാൻസ്ഫോം എന്ന് നമ്മൾ നോക്കി. ഇൻ്റഗ്രൽ ട്രാൻസ്ഫോമിൽ ഡിഫറെൻറ്റ് ടൈപ്സുകൾ ഉണ്ടായിരുന്നു. അതിൽ ഒരു ടൈപ്പ് ആയിരുന്നു ഫൂരിയർ ട്രാൻസ്ഫോം. സോ ഫൂരിയർ ട്രാൻസ്ഫോം എന്ന് നോക്കി, ഫൂരിയറിൻ്റെ സൈൻ ട്രാൻസ്ഫോം, കൊസൈൻ ട്രാൻസ്ഫോം അതൊക്കെ നമ്മൾ നോക്കി. പിന്നീട് കൺവല്യൂഷൻ തിയറും പിന്നെ നമ്മൾ എന്ത് ചെയ്തിരുന്നു, ഡെറിവേറ്റീവിൻ്റെ ഫൂരിയർ ട്രാൻസ്ഫോം, അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തു, പാർസേവൽ ഐഡൻറ്റിറ്റി എന്ത് ചെയ്തു, നമ്മൾ പ്രൂവ് ചെയ്തു. ഓക്കെ, നൗ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഫൂരിയർ ട്രാൻസ്ഫോമിലെ കുറച്ച് പ്രോബ്ലംസ് നമുക്ക് ചെയ്യാനുണ്ട്. അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കാനുണ്ട്. ഓക്കെ, പ്രോപ്പർട്ടീസ് ഓഫ് ഫൂരിയർ ട്രാൻസ്ഫോം. ഫൂരിയർ ട്രാൻസ്ഫോമിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കാനുണ്ട്. ആക്ച്വലി വളരെ സിമ്പിൾ ആയിട്ടൊരു വാക്കാണ്. ഫസ്റ്റ് പ്രോപ്പർട്ടി എന്താണ്, ലീനിയാരിറ്റി. ഓക്കെ, ലീനിയാരിറ്റി ആണ് എന്ത്, ആദ്യത്തെ പ്രോപ്പർട്ടി. ലീനിയാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് എഫ് ഓഫ് ടി ഇസ് ഈക്വൽ ടു a1 f1 of t plus a2 f2 of t, then the Fourier transform of f of t is g of omega is equal to a1 g1 of omega plus a2 g2 of omega. ഓക്കെ, സോ ഇതാണ് എന്ത്, ലീനിയാരിറ്റി പ്രോപ്പർട്ടി പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് നമ്മൾ നേരത്തെ ഇതുവരെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളിലൊക്കെ എഫ് ഓഫ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ ഫംഗ്ഷൻ ആയിരുന്നു അല്ലേ. എഫ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ ഒറ്റ ഫംഗ്ഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. സപ്പോസ് എഫ് ഓഫ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ, ഒരുപാട് ഫംഗ്ഷൻസിൻ്റെ കോമ്പിനേഷനാണ് ചെയ്യുന്നത്. അതായത് എഫ്1 ഓഫ് ടി, എഫ്1 ഓഫ് ടി, എ1 എ2 ഒക്കെ കോൺസ്റ്റൻസ് ആണ്. അങ്ങനെ കോമ്പിനേഷൻ ആണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഫൂരിയർ ട്രാൻസ്ഫോം, എഫ് ഓഫ് ടിയുടെ ഫൂരിയർ ട്രാൻസ്ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോമിലായിരിക്കും ഉണ്ടാവുന്നതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതാണ് ലീനിയാരിറ്റി. അതിൻ്റെ പ്രൂഫ് നോക്കാം നമുക്ക്. ഓക്കെ, സോ അതിൻ്റെ പ്രൂഫ് നോക്കാം. പ്രൂഫ് ആക്ച്വലി വളരെ സിമ്പിളാണ്. നൗ ദി ഫൂരിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടിയുടെ ഫൂരിയർ ട്രാൻസ്ഫോം നമുക്ക് എങ്ങനെ എഴുതാം. എഫ് ഓഫ് ടിയുടെ ഫൂരിയർ ട്രാൻസ്ഫോം നമുക്ക് ജി ഓഫ് ഒമേഗ ഇസ് ഈക്വൽ ടു 1/√2π ഇൻ്റഗ്രൽ -∞ to ∞ എഫ് ഓഫ് ടി ഇൻറ്റു ഇ റൈസ് ടു ഐ ഒമേഗ ടി ഡി ടി. ഓക്കെ, സോ ഇതാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മളെ എഫ് ഓഫ് ടിയുടെ ഫൂരിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത്. ഓക്കെ, നൗ ഇതിൽ എഫ് ഓഫ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു, a1 f1 of t, a2 f2 of t ആണ്. സോ എന്ത് ചെയ്യാം, നമുക്കത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഇറ്റ് വിൽ ബി ഈക്വൽ ടു 1/√2π ഇൻ്റഗ്രൽ -∞ to ∞ എഫ് ഓഫ് ടി വരെ എന്ത് കൊടുക്കുക. സോ a1 f1 of t പ്ലസ് a2 f2 of t dt. a2 f2 of t e raised to i omega t അല്ലേ. സോ e raised to i omega t dt. ഓക്കെ, നമ്മൾ എന്ത് ചെയ്തു, എഫ് ഓഫ് ടിക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, നൗ നമുക്ക് ഈ ഇൻ്റഗ്രലിന് സെപ്പറേറ്റ് ചെയ്യാം. കാരണം ഇതിന് രണ്ടിനും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഇൻ്റഗ്രൽ കൊടുക്കാം. സോ ഇറ്റ് വിൽ ബി ഈക്വൽ ടു, ആദ്യത്തെ നോക്കുകയാണെങ്കിൽ a1 കോൺസ്റ്റൻ്റ് ആണ്. സോ പുറത്തും തോന്നുന്നു a1/√2π ഇൻ്റഗ്രൽ -∞ to ∞. ബാക്കി നിന്ന് f1 of t ഉണ്ട്. f1 of t പുറത്ത് e raised to i omega t dt പ്ലസ് സെക്കൻഡ് ടേം എന്ത് വന്നു, സെക്കൻഡ് ടേം a2/√2π ഇൻ്റഗ്രൽ -∞ to ∞ f2 of t e raised to i omega t dt. e raised to i omega t dt. Okay, now which will be equal to ഇങ്ങനെ എഴുതാം. ഫസ്റ്റ് നമ്മൾ a1 അതേപോലെ തന്നെ എഴുതി. ബാക്കി ടേം നോക്കുക. ബാക്കി ടേം എന്താണ്, ബാക്കി 1/√2π ഇൻറ്റു -∞ to ∞ f1 of t e raised to i omega t. അതായത് f1 of ടിയുടെ ഫൂരിയർ ട്രാൻസ്ഫോം ആണ് എന്ത് ഉള്ളത്, ബാക്കി ടേംസ് ഉള്ളത് അല്ലേ. 1/√2π ഇൻറ്റു -∞ to ∞ f1 of t e raised to i omega t dt എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അത് f1 of ടിയുടെ ഫൂരിയർ ട്രാൻസ്ഫോം ആണ്. ഓക്കെ, സപ്പോസ് f1 of ടിയുടെ ഫൂരിയർ ട്രാൻസ്ഫോം എന്താണ്, g1 of omega ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം, അത് g1 of omega ആയിട്ട് എഴുതാം. ഓക്കെ, അതേപോലെ തന്നെ സെക്കൻഡ് ടേമിൽ എന്ത് ചെയ്യുന്നത്, a2 കോൺസ്റ്റന്റ് ആണ്, അതേപോലെ തന്നെ എഴുതി. ബാക്കി വരുന്ന ടേംസ് എന്താണ്, 1/√2π -∞ to ∞ f2 of t e raised to i omega t dt എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അത് f2 of ടിയുടെ ഫൂരിയർ ട്രാൻസ്ഫോം ആണ്. f2 of ടിയുടെ ഫൂരിയർ ട്രാൻസ്ഫോം ഒക്കെ എന്ത് കൊടുക്കാം, g2 of omega കൊടുത്തു കഴിഞ്ഞാൽ g2 of omega കൊടുക്കാം. ഓക്കെ, സോ നമുക്ക് എന്ത് കിട്ടി, g of omega is equal to എന്ത് കിട്ടി,
a1 of g1 omega plus a2 of g2 omega t. സോ ഇത് നമ്മൾ പ്രൂവ് ചെയ്തു. ഓക്കെ, സോ എഫ് ഓഫ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീനിയർ കോമ്പിനേഷൻ ആണ്. ഇങ്ങനെ ഒരു ലീനിയർ കോമ്പിനേഷൻ ആണ് വരുന്നതെങ്കിൽ അതിന്റെ ഫൂരിയർ ട്രാൻസ്ഫോം എന്ത് വരും? ഫൂരിയർ ട്രാൻസ്ഫോമും എന്തായിരിക്കും? ലീനിയർ കോമ്പിനേഷൻ ആയിട്ടാണ് നമുക്ക് കിട്ടുക. ഓക്കെ, സോ ദിസ് ഈസ് ദി ഫസ്റ്റ് പ്രോപ്പർട്ടി. അതാണ് നമ്മുടെ ആദ്യത്തെ പ്രോപ്പർട്ടി. ഓക്കെ, ഈസിലി പ്രൂവ് ചെയ്യാവുന്നതേ ഉള്ളൂ. നൗ രണ്ടാമത്തെ പ്രോപ്പർട്ടി ചേഞ്ച് ഓഫ് സ്കെയിൽ. Okay, ചേഞ്ച് ഓഫ് സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് g of omega is the Fourier transform of f of t. g of omega എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ f of t യുടെ Fourier transform ആണെങ്കിൽ then the Fourier transform of f of at is 1 by a g of omega by a. ഓക്കെ, അതായത് എഫ് ഓഫ് ടിയുടെ ഫൂരിയർ ട്രാൻസ്ഫോം ജി ഓഫ് ഒമേഗ തന്നിട്ടുണ്ട്. അങ്ങനെ എഫ് ഓഫ് എ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് ആണ്. എഫ് ഓഫ് എ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? അതിന്റെ ഫൂരിയർ ട്രാൻസ്ഫോം 1 by a g of omega by a ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അഗെയിൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രൂഫാണ്. സോ പ്രൂഫ്. ഓക്കെ, സോ നമുക്ക് തന്നിട്ടുള്ള എന്താണ്? ഫൂരിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി. ഫൂരിയർ ട്രാൻസ്ഫോം എഫ് ഓഫ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 by root of 2 pi integral minus infinity to infinity f of t e raised to I omega t dt എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? g of omega ആണ്. ഓക്കെ, അതാണ് നമുക്ക് തന്നിട്ടുള്ളത്. അതായത് എഫ് ഓഫ് ടിയുടെ ഫൂരിയർ ട്രാൻസ്ഫോം ആണ് g of omega. സോ എന്ത് ചെയ്യാം? നമുക്ക് ഈ ഫോമിൽ എഴുതാം. ഓക്കെ, നൗ ഫൂരിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എ ടി നോക്കാം. ഫൂരിയർ ട്രാൻസ്ഫോം എഫ് ഓഫ് എ ടി കൊടുക്കാം. എഫ് ഓഫ് എ ടി കൊടുക്കുമ്പോൾ എന്ത് വരും? 1 by root 2 pi integral minus infinity to infinity f of at e raised to I omega t dt. ഓക്കെ, എന്ത് കൊടുത്തു? നമുക്ക് ടിക്ക് പകരം നമ്മൾ എ ടി എന്ന് പറഞ്ഞു കൊടുത്തു. ഓക്കെ, നമുക്കിത് സോൾവ് ചെയ്യണം. സോൾവ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? സോൾവ് ചെയ്യാൻ പുട്ട് എന്തെടുക്കാം? y is equal to at കൊടുക്കാം. സോ പുട്ട് y is equal to at. y is equal to at കൊടുത്തു കഴിഞ്ഞാൽ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും dy is equal to dt എന്ന് പറഞ്ഞിട്ട് കിട്ടും അല്ലേ? കാരണം a കോൺസ്റ്റന്റ് ആണ്. സോ dy is equal to നമുക്ക് കിട്ടും a dt. a കോൺസ്റ്റന്റ് ആണല്ലേ, കോൺസ്റ്റന്റ് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ കോൺസ്റ്റന്റ് തന്നെ കിട്ടും, a dt കിട്ടും. ഓക്കെ, നൗ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫൂരിയർ ട്രാൻസ്ഫോം ഓഫ് f of at is equal to 1 by root 2 pi integral minus infinity to infinity f of y. Okay, f of y e raised to I omega. t നൊക്കെ നമ്മൾ y യുടെ ടേംസിൽ എഴുതുകയാണ്. സോ t നെ y യുടെ ടേംസിൽ എഴുതുമ്പോൾ ഇവിടെ കിട്ടും t is equal to y by a കിട്ടും അല്ലേ? സോ y divided by a into dt is equal to എന്ത് വരും? dy ടേംസിൽ ആകുമ്പോൾ dy by a വരും. സോ dy by a വരും. ഓക്കെ, ഞാൻ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എഴുതാം. റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ 1 by a കോൺസ്റ്റന്റ് ആണ്. 1 by a into 1 by root 2 pi 1 by a into 1 by root 2 pi integral minus infinity to infinity f of y e raised to I omega y by a into dy. ഓക്കെ, കാരണം ഈ a നെ പുറത്ത് കൊടുത്തു, ബാക്കി ടേംസിന് നമ്മൾ അതേപോലെ തന്നെ എഴുതി. ഓക്കെ, നൗ ഈ ടേമിനെ ശ്രദ്ധിക്കാം. നൗ കൺസിഡർ ദിസ് ടേം. ഈ ടേമിനെ എന്ത് ചെയ്യുക? ശ്രദ്ധിക്കുക. ഈ ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? 1 by root of 2 pi minus infinity to infinity f of y e raised to I omega y by a into dy എന്ന ഫോമിലാണ് കിടക്കുന്നത്. ഓക്കെ, നൗ ദിസ് ഈസ് ഫൂരിയർ ട്രാൻസ്ഫോമിന്റെ ഫോമിലാണ് കിടക്കുന്നത്. പക്ഷേ ഇവിടെ വ്യത്യാസം എന്താണ്? വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒമേഗയുടെ സ്ഥാനത്ത് നിന്ന് കിടക്കുന്നത് ഒമേഗ ബൈ എ ആണ് കിടക്കുന്നത് അല്ലേ? സാധാരണ ഒമേഗ മാത്രം ഒറ്റയ്ക്ക് ഉണ്ടാവില്ല. ഈ റേസ് ടു ഐ ഒമേഗ പറഞ്ഞിട്ട് ടേം ഉണ്ടാവുള്ളൂ. ഇവിടെ ഡിവൈഡഡ് ബൈ എ ആണ്. സോ ഒമേഗയുടെ സ്ഥാനത്ത് എന്താ കിടക്കുന്നത്? ഒമേഗ ബൈ എ ആണ് കിടക്കുന്നത്. സോ ദിസ് ഈസ് ദി ഫൂരിയർ ട്രാൻസ്ഫോം. ഒരു ഫൂരിയർ ട്രാൻസ്ഫോമിന്റെ ഫോമാണ് കിടക്കുന്നത്. പക്ഷേ ഇവിടെ ഒമേഗയുടെ പകരം എന്താണ്? ഒമേഗ ബൈ എ ആണ്. സോ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും 1 by a into g of സാധാരണ ഒമേഗ ഉണ്ടാവുള്ളൂ. ഇവിടെ എന്ത് വരും? ഒമേഗ ബൈ എ വരും. കാരണം നമ്മളെ ഈ ഫോമിൽ എന്താ കിടക്കുന്നത്? ഒമേഗ വൈ ഡിവൈഡഡ് ബൈ എ വരുന്നത്. സോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഫൂരിയർ ട്രാൻസ്ഫോം എങ്ങനെ വരിക? g of omega by a ആണ് വരിക. സോ ഇതാണ് എന്ത് ചെയ്തത്? നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. പിന്നെ 1 by a പുറത്തും വരുന്നത്. സോ ഫൂരിയർ ട്രാൻസ്ഫോം ഓഫ്
എഫ് ഓഫ് എ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടി 1/a ഇൻറ്റു ജി ഓഫ് ഒമേഗ ബൈ എ ടി. ഓക്കെ, സോ ഇതാണ് എന്ത് രണ്ടാമത്തെ പ്രോപ്പർട്ടി, നമ്മളെ ചേഞ്ച് ഓഫ് സ്കെയിൽ എന്ന് പറയുന്ന പ്രോപ്പർട്ടി വരുന്നത്. ഓക്കെ, നൗ തേർഡ് പ്രോപ്പർട്ടി. Third property is the shifting property. Okay, third property എന്താണ്? Shifting property. Shifting property പറഞ്ഞു കഴിഞ്ഞാൽ if g of omega is the Fourier transform of f of t. f of t യുടെ Fourier transform ആണ് g of omega എന്ന് വിചാരിക്കുക. Then the Fourier transform of f of t plus or minus a will be given by എന്താണ് e raised to plus or minus I omega a. ഓക്കെ, അതായത് എഫ് ഓഫ് ടിയുടെ Fourier ട്രാൻസ്ഫോം ആണ് ജി ഓഫ് ഒമേഗ. അങ്ങനെ എഫ് ഓഫ് ടി പ്ലസ് ഓർ മൈനസ് എയുടെ Fourier ട്രാൻസ്ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഇ റേസ് ടു പ്ലസ് ഓർ മൈനസ് ഐ ഒമേഗ എ ഇൻറ്റു ജി ഒമേഗ. ഓക്കെ, ഇൻറ്റു ജി ഒമേഗ. ഓക്കെ, അപ്പോൾ നമുക്കിത് പ്രൂവ് ചെയ്യാം. പ്രൂവ് ചെയ്യാനും സുഖമാണ്. നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം നമുക്ക് അറിയാവുന്ന കാര്യം എഴുതാം. ജി ഓഫ് ഒമേഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/√2π ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് ടി ഇ റേസ് ടു ഐ ഒമേഗ ടി ഡി ടി ആണ്. ഓക്കെ, നമുക്കറിയാവുന്ന കാര്യമാണ്. നൗ നമുക്ക് എന്താ കണ്ടുപിടിക്കുന്നത്? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് Fourier transform of f of ഇതെന്താണ് ആക്ച്വലി? ദിസ് ഈസ് ദ Fourier transform of f of t. f of t യുടെ Fourier transform ആണ് തന്നിട്ടുള്ളത്. നമുക്ക് വേണ്ടത് Fourier transform of f of t plus or minus a ആണ്. സോ Fourier transform of f of t plus or minus a എന്ത് വരും? 1/√2π ടിയുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക? ടി പ്ലസ് ഓർ മൈനസ് എ കൊടുക്കുക. സോ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് ടി പ്ലസ് ഓർ മൈനസ് എ ഇൻറ്റു ഇ റേസ് ടു ഐ ഒമേഗ ടി ഡി ടി. ഓക്കെ, ഫംഗ്ഷൻ എഫ് ഓഫ് ടിയുടെ പകരം എന്ത് കൊടുത്തു? നമ്മൾ എഫ് ഓഫ് ടി പ്ലസ് ഓർ മൈനസ് എ കൊടുത്തു. ടിയുടെ പകരം ടി പ്ലസ് ഓർ മൈനസ് എ കൊടുത്തു. ഓക്കെ, നൗ ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ നൗ put y is equal to t plus or minus a കൊടുക്കുക. ഓക്കെ, y is equal to t plus or minus a കൊടുക്കുക. നൗ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? dy is equal to ഇവിടെ പ്ലസ് a കോൺസ്റ്റന്റ് ആണല്ലോ, കോൺസ്റ്റന്റ് ആകുമ്പോൾ dy is equal to എന്ത് കിട്ടും? dt കിട്ടും. dy is equal to dt കിട്ടും. സോ therefore Fourier transform of f of t plus or minus a is equal to 1/√2π integral minus infinity to infinity f of y t plus or minus a ക്ക് കൊടുത്തു, y കൊടുത്തു. now e raised to i omega t ക്ക് പകരം എന്ത് കൊടുക്കാം? നമുക്ക് t ക്ക് പകരം വൈയുടെ ടേംസിൽ എഴുതുമ്പോൾ ഈ ടേം പുറത്തേക്ക് വരും അല്ലേ? ടേം പുറത്തേക്ക് വരുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, t is equal to y. ഇത് പുറത്തേക്ക് പോകുമ്പോൾ ഈ മാഗ്നിറ്റ്യൂഡ് തീരുമ്പോൾ മൈനസ് പ്ലസ് എ വരും അല്ലേ? മൈനസ് പ്ലസ് എ വരും. സോ ടിക്ക് പകരം y ഓഫ് മൈനസ് പ്ലസ് എ കൊടുക്കാം നമുക്ക്. സോ എന്ത് വരും? y ഓഫ് മൈനസ് പ്ലസ് എ. ഓക്കെ, നൗ ഡി ടി ഇസ് ഈക്വൽ ടു ഡി വൈ ആണ്, ഇൻറ്റു ഡി വൈ വന്നു. ഓക്കെ, ഇൻറ്റു ഡി വൈ വന്നു. സോ വിച്ച് വിൽ ബി ഈസ് ഈക്വൽ ടു നമുക്ക് എന്താ ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വൈയുടെ ടേംസ് മാത്രം മതി അല്ലേ? വൈയുടെ ടേംസ് മതി. സോ എയുടെ ടേമിന് പുറത്ത് കൊടുക്കാം. സോ എയുടെ ടേമിന് പുറത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇ റേസ് ടു മൈനസ് പ്ലസിൻ്റെ പുറത്ത് കൊടുക്കുമ്പോൾ എന്തായിട്ട് വരും? മൈനസ് പ്ലസ് എ. സോ ഇ റേസ് ടു പ്ലസ് ഓർ മൈനസ് ഐ ഒമേഗ എ, അതായത് ഇതിനെ ഉള്ളിൽ കൊടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടും? ഇ റേസ് ടു ഐ ഒമേഗ എ കിട്ടും. ഐ റേസ് ടു ഐ ഒമേഗ എ എന്ത് ചെയ്തു? നമ്മൾ പുറത്ത് എടുത്തു. ബാക്കി എന്ത് വരുന്നത്? ഒരു 1/√2π വരുന്നുണ്ട്.
പിന്നെ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് വൈ ഇ റേസ് ടു ഐ ഒമേഗ വൈ അല്ലേ. ഈ ഐ ഒമേഗനെ ഉള്ളിൽ എടുത്തു കഴിഞ്ഞാൽ ഒരു ഐ ഒമേഗ വൈ ഉണ്ടാവും, ഇവിടെ പ്ലസ് ഓർ മൈനസ് എ ഉണ്ടായിരിക്കും. മൈനസ് പ്ലസ് ആയാലും പ്ലസ് ഓർ മൈനസ് ആയാലും കാര്യമില്ല, പ്ലസ് ഓർ മൈനസ് എയും കൂടി ഉണ്ടായിരിക്കും. ഓക്കെ, ബാക്കി എന്നുള്ളത് ഒരു ഡി വൈ ഉണ്ട്. ഓക്കെ, നൗ ഇറ്റ് വിൽ ബി ഈക്വൽ ടു ഇ റേസ് ടു പ്ലസ് ഓർ മൈനസ് ഐ ഒമേഗ എ ഈ സാധനം എന്താ? ഈ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണല്ലേ, ജി ഓഫ് ഒമേഗയാണ്. ഇവിടെ ടിയുടെ പകരം എന്തായെന്ന് മാത്രമേ ഉള്ളൂ, വൈ എന്നായി മാത്രമേ ഉള്ളൂ. ജസ്റ്റ് നമ്മുടെ വേരിയബിൾ ചേഞ്ച് ചെയ്യുന്നുള്ളൂ. ഇവിടെ ടി ആണ് ഉണ്ടായത്, ഇവിടെ വൈ ആണ് ഉണ്ടായിരുന്നത്. സോ ദിസ് ഈസ് സെയിം ആസ് എന്താണ്, ദിസ് ഈസ് ജി ഓഫ് ഒമേഗയാണ്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് കിട്ടും ജി ഓഫ് ഒമേഗ കിട്ടും. ഓക്കെ, സോ Fourier transform of f of t plus or minus a നമുക്ക് എന്ത് കിട്ടി, e raised to plus or minus g of omega നമുക്ക് കിട്ടി. ഓക്കെ, അതല്ല നമുക്ക് പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത്. സോ അത് തന്നെയാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സോ ദിസ് ഈസ് ദി ഷിഫ്റ്റിംഗ് തിയറം. ഇതിനെ നമ്മൾ വിളിക്കാം, ഷിഫ്റ്റിംഗ് തിയറം എന്ന് വിളിക്കാം. ഓക്കെ, നൗ ലാസ്റ്റ് പ്രോപ്പർട്ടി വരുന്നത് ദി മോഡുലേഷൻ പ്രോപ്പർട്ടി. is modulation property. Modulation property പറഞ്ഞു കഴിഞ്ഞാൽ again if g of omega is Fourier transform of f of t, then Fourier transform of f of t into cos at is 1/2 g omega minus a plus 1/2 g omega plus a. Okay, omega plus a. So f of t യുടെ Fourier transform ആണ് g of omega എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് f of t cos at യുടെ Fourier transform ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ അതെന്താണ്, 1/2 g omega minus a plus 1/2 g omega plus a ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. ഓക്കെ, സോ നമുക്ക് എന്ത് എഴുതാം, Fourier transform of f of t into cos at. Okay, f of t into cos at ആണ് എന്ത് ചെയ്യേണ്ടത്, നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഇറ്റ് വിൽ ബി ഈക്വൽ ടു 1/√2 pi integral minus infinity to infinity f of t cos at അല്ലേ. ഇവിടെ എഫ് ഓഫ് ടി മാത്രമാണെങ്കിൽ നമ്മൾ എന്ത് കൊടുത്തു, ഇവിടെ എഫ് ഓഫ് ടി മാത്രം കൊടുക്കണം. പക്ഷേ നമ്മൾ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഓഫ് ടി കോസ് എ ടി ആണ്. സോ എഫ് ഓഫ് ടിയുടെ സ്ഥാനത്ത് നമ്മൾ കൊടുത്തു എഫ് ഓഫ് ടി ഇൻറ്റു കോസ് എ ടി കൊടുത്തു, ഇൻറ്റു കോസ് എ ടി നമ്മൾ കൊടുത്തു, ഇൻറ്റു ഇ റേസ് ടു ഐ ഒമേഗ ടി ഡി ടി, കൊടുത്തു. ഓക്കെ, സോ വിച്ച് വിൽ ബി ഈക്വൽ ടു 1/√2 pi integral minus infinity to infinity നമ്മൾ എന്ത് ചെയ്യാണ്, ഈ കോസ് എ ടി നമുക്ക് എങ്ങനെ എഴുതാം, കോസ് എക്സ്. സോ കോസ് എക്സ് ഈസ് ഈക്വൽ ടു എന്താണ്, ഇ റേസ് ടു ഐ എക്സ് പ്ലസ് ഇ റേസ് ടു മൈനസ് ഐ എക്സ് ഡിവൈഡഡ് ബൈ 2 ആണ്. ഓക്കെ, അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, കോസ് എക്സിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. സോ ഇറ്റ് വിൽ ബി ഈക്വൽ ടു എഫ് ഓഫ് ടി ഇൻറ്റു ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് എന്താണ്, എ ടി ആണ്. എ ടി ആകുമ്പോൾ പിന്നെ എഴുതാം ഇ റേസ് ടു ഐ എ ടി പ്ലസ് ഇ റേസ് ടു മൈനസ് ഐ എ ടി ഡിവൈഡഡ് ബൈ 2 പിന്നെ ഇ റേസ് ടു ഐ ഒമേഗ ടി ഡി ടി, ഓക്കെ. നൗ എന്ത് ചെയ്യാം, നമുക്ക് ഈ റേസ് ടു ഐ ഒമേഗ ടിനെ ഉള്ളിൽ കൊടുത്തിട്ട് ബ്രാക്കറ്റ് ഒന്ന് എക്സ്പാൻഡ് ചെയ്യാം. സോ ഇറ്റ് വിൽ ബി ഈക്വൽ ടു 1/√2 pi ആക്ച്വലി 1/√2 pi നമുക്ക് ഉള്ളിൽ കൊടുക്കാം. സോ ഈ 2 നമുക്ക് പുറത്തെടുക്കാം. സോ 1/2 ഇൻറ്റു സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കാം, എന്ത് ചെയ്തു, 1/√2 pi ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് ടി. ഫസ്റ്റ് ടേം നോക്കാം. ഫസ്റ്റ് ടേം വരുമ്പോൾ ഇവിടെ ഇ റേസ് ടു ഐ എ ടി ഉണ്ട്, ഇവിടെ ഇ റേസ് ടു ഐ ഒമേഗ ടി ഉണ്ട്. ഓക്കെ, രണ്ടും കൂടിയിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും, രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ഇ റേസ് ടു ഐ ഒമേഗ പ്ലസ് എ ഇൻറ്റു ടി.
അല്ലേ? രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒമേഗ പ്ലസ് എ ഇൻറ്റു ടി കിട്ടും ഇൻറ്റു ഡി ടി കിട്ടി പ്ലസ് സെക്കൻഡ് ടേം ഈ 1/√2π നമുക്ക് ഉള്ളിൽ എടുത്തിട്ടുണ്ട്. സോ സെക്കൻഡ് ടേമിലും 1/√2π വന്നു. ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി വന്നു. ഇവിടെ എന്താ സെക്കൻഡ് ടേം ഇ റേസ് ടു മൈനസ് ഐ എ ടി ആണ്. മൈനസ് ഐ എ ടി ഉണ്ട്, ഇവിടെ ഇ റേസ് ടു ഐ ഒമേഗ ടി ഉണ്ട്. സോ രണ്ടും കൂടി ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും ഐയും ടിയും കോമൺ ആണ്. സോ മൈനസ് എ പ്ലസ് ഒമേഗ വരും. ഓക്കെ, അതിന് തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഒമേഗ മൈനസ് എ ആയിട്ട് നമുക്ക് എഴുതാം അല്ലേ? സോ എഫ് ഓഫ് ടി ഇൻറ്റു ഇ റേസ് ടു ഐ ഇൻറ്റു ഒമേഗ മൈനസ് എ ഡി ടി. ഓക്കെ, ഈ രീതിയിൽ എഴുതാം. കുഴപ്പമില്ലല്ലോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മൈനസ് ഐ എ ടിയും ഇവിടെ ഐ ഒമേഗ ടി ആണ്. സോ രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് ഐ എ ടി പ്ലസ് ഐ ഒമേഗ ടി വരും. ഐയും ടിയും കോമൺ ആണ്. അപ്പോൾ ഐനും പുറത്തേക്ക് എടുത്തു, ടീനും പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ മൈനസ് എ പ്ലസ് ഒമേഗ വരും. സോ അതിന് ഒമേഗ മൈനസ് എ ആയിട്ട് വരുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, നൗ വിച്ച് വിൽ ബി ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു ഫസ്റ്റ് ടേം നോക്കുക. ഫസ്റ്റ് ടേം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് 1/√2π എഫ് ഓഫ് ടി ഇൻറ്റു ഇ റേസ് ടു ഐ ഒമേഗ പ്ലസ് എ ടി ഡി ടി ആണ് കിട്ടിയത്. ഓക്കെ, ഇതെന്താണ് ഫൂരിയർ ട്രാൻസ്ഫോമിൻ്റെ ഫോമിലാണ് കിട്ടുന്നത്. ഫൂരിയർ ട്രാൻസ്ഫോമിൻ്റെ ഫോമിലാണെന്ന് മാത്രമല്ല ഇവിടെ പ്രശ്നം എന്താണ്, ഇവിടെ ഒമേഗയുടെ സ്ഥാനത്ത് ഒമേഗ പ്ലസ് എ ആണ് കിടക്കുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് എ ഫൂരിയർ ട്രാൻസ്ഫോം ഗിവൺ ബൈ എന്താണ് ജി ഓഫ് ഒമേഗ പ്ലസ് എ. ഓക്കെ, ജി ഓഫ് ഒമേഗ പ്ലസ് എ ആൻഡ് സെക്കൻഡ് ടേം നോക്കുക. സെക്കൻഡ് ടേം അതെ ഫൂരിയർ ട്രാൻസ്ഫോമിൻ്റെ ഫോമിൽ എടുക്കുന്നത്, പക്ഷേ ഒമേഗയുടെ സ്ഥാനത്ത് എടുക്കുന്നത് ഒമേഗ മൈനസ് എ ആണ് എടുക്കുന്നത്. സോ ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് ഒമേഗ മൈനസ് എ ആക്കി നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, സോ ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് അല്ലേ? 1/2 ജി ഒമേഗ മൈനസ് എ ഒമേഗ പ്ലസ് എ 1/2 ജി ഒമേഗ മൈനസ് എ ഒമേഗ പ്ലസ് എ. ഓക്കെ, സോ എഫ് ഓഫ് ടി കോസ് എ ടിയുടെ ഫൂരിയർ ട്രാൻസ്ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് 1/2 ഇൻറ്റു ജി ഒമേഗ പ്ലസ് എ പ്ലസ് ജി ഒമേഗ മൈനസ് എ കിട്ടി. ഓക്കെ, സോ ദിസ് ഈസ് ദി ഫൂരിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ഇൻറ്റു കോസ് എ ടി. ഓക്കെ, ഈ 4 പ്രോപ്പർട്ടീസും കൂടി എന്തുണ്ട് നമ്മളെ ഫൂരിയർ ട്രാൻസ്ഫോം നോക്കണം. ഇതോടുകൂടി ഫൂരിയർ ട്രാൻസ്ഫോമിൻ്റെ കഴിഞ്ഞു. ഇത്രയാണ് നമുക്ക് ഫൂരിയർ ട്രാൻസ്ഫോമൊക്കെ ഡിസ്കസ് ചെയ്യാനുള്ളത്. നമുക്ക് ഇതിൻ്റെ കുറച്ച് പ്രോബ്ലംസ് കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിൽ ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ.